പറ്റിയിട്ട് അറിഞ്ഞത് എൻ്റെ ഒരു ഏച്ചി മുഖാന്തരമാണ്. പക്ഷെ ഞാനിപ്പോൾ പഠിക്കുന്നത് ചിത്രകല ഉദ്യമി എന്നുള്ള കോഴ്സാണ്. അതെനിക്ക് ഹസ്ബൻഡ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നെയാണ് ഇങ്ങനെ ഒരു കോഴ്സ് അവിടെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് അറിയുന്നതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ്ങിൽ ഒരു ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായത്. അപ്പോൾ ആ ഷോപ്പിൽ ഇതും കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താമെന്നില്ലാണ് ഞാനിവിടെ പഠിക്കാൻ വന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ മിസ്സ്, പേര് സേതുലക്ഷ്മി. മിസ്സ് ഇത്ര ഫ്രീ ആയതുകൊണ്ടാണ് എനിക്കിവിടെ എംബ്രോയ്ഡറി വന്നിട്ട് നന്നായി പഠിക്കാൻ പറ്റിയത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് എംബ്രോയ്ഡറി പഠിച്ചു. എംബ്രോയ്ഡറിയിൽ 23 സ്റ്റിച്ചുകൾ പഠിച്ചു. പിന്നെ പെയിൻറ്റിങ് പഠിച്ചു, 4 തരം പെയിൻറ്റിങ് പഠിച്ചു. ആരി വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരി വർക്ക് എനിക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഇതും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കത് സൂചി കുത്തുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ മിസ്സ് ഇത്ര ഫ്രീ ആയതുകൊണ്ടും ഡൗട്ട് എന്തും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാമെന്നില്ലേ ഇതുകൊണ്ടാണ് എനിക്കത് ആരി വർക്ക് ഇപ്പം എനിക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. എംബ്രോയ്ഡറിയിൽ ഇത്രയും വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റി. ഓരോ സ്റ്റിച്ചുകൾ ആണിത്. പിന്നെ ഇത്ര പെയിന്റ് എനിക്ക് ചെയ്യാൻ പറ്റി. ആരി വർക്ക് കുറച്ച് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതിലും കൂടി ആരി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിബൺ വർക്കാണ് ചെയ്യുന്നില്ലത്. എൻ്റെ പേര് അഫ്സീന എന്നാണ്. ഇവിടെ ഇപ്പം 668ാമത്തെ ബാച്ചിൽ വസ്ത്രചിത്രകല ഉദ്യമി എന്ന് പറയുന്ന ബാച്ചിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ വന്നത് ഒരു 2-3 മാസം മുന്നേ ഇവിടെ വന്ന് നേരിട്ട് അന്വേഷിച്ച് ഏതൊക്കെ കോഴ്സാണ് ഇവിടെ കൊടുക്കുന്നത്, എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് മുൻകൂട്ടി അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ പിന്നിൽ ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തതിൻ്റെ പിന്നിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് RCTയുടെ സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തത് ഞാൻ ഒരു ബിസിനസ് ഇതിൻ്റെ പിന്നിൽ ഞാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മാസം 3-ാം തീയതി തുടങ്ങി അടുത്ത മാസം 7-ാം തീയതി വരെ നിലനിൽക്കുന്ന ഒരു 30 ദിവസത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ആദ്യം നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി പഠിച്ചു. ത്രെഡ് വെച്ചിട്ട് എങ്ങനെയൊക്കെ ഡ്രസ്സിൽ നമ്മൾ എത്ര ഭംഗിയായിട്ട് എന്തൊക്കെ ചെയ്യാം, അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റിങ്, ഡ്രസ്സിൽ എങ്ങനെയൊക്കെ കളർ ചെയ്യാം. അതുപോലെ തന്നെ 3-ാമത്തെ ഘട്ടം ആരി വർക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ ആരി വർക്കിലാണ് എത്തി നിൽക്കുന്നത്. ആരി വർക്ക് ഒരുപാട് പേർക്ക് പുതിയൊരു എന്താ പറയുക കാര്യമാണ്. അതായത് ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും ഇച്ചിരി എനിക്ക് ആദ്യം ബേസിക് ഉണ്ട്. പക്ഷേ ആരി വർക്ക് എന്താണെന്നുള്ളത് ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. മിസ്സ് പഠിപ്പിച്ചെന്ന പ്രകാരം നമ്മൾ അതുവഴി പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടി. അതായത് ആദ്യം ഞാൻ വിചാരിച്ചത് ഈ നീഡിൽ പിടിക്കാൻ പോലും പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞാനൊരു 2 ദിവസം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഭയങ്കര ആശ്ചര്യപ്പെട്ടു. ഇതെങ്ങനെ പിടിക്കേണ്ടതെന്ന് പോലും മനസ്സിലാക്കാത്ത ഞാൻ 2 ദിവസം കൊണ്ട് ഭയങ്കര ക്വിക്കായിട്ട് ആ സാധനം എങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് ഞാൻ ഇപ്പം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. എനിക്കൊരു ഡിസൈൻ തന്നത് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ട് ഇപ്പം. അതെനിക്ക് RCT നിന്നാണ് കിട്ടിയത്. അതിനോടൊപ്പം മിസ്സിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ ആദ്യം മിസ്സ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കര ഫ്രീ ആണ്, ഒരുപാട് പേര് ഇവിടെ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും നമുക്ക് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് ആരെ വിളിച്ചിട്ടും എന്ത് തമാശയും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രീഡം നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം RCTൻ്റെ റൂള് പ്രകാരം നമ്മൾ പോകുന്നത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഏതൊരു സ്ത്രീക്കും ഇവിടെ കൊടുക്കുന്ന കോഴ്സ് കൊണ്ട് സ്വന്തം ഒരു വരുമാനം ഉണ്ടാക്കാനും സൊസൈറ്റിയിൽ ഒരു സ്ഥാനം ഉണ്ടാക്കാനും പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇവിടെ വന്നാൽ ഉണ്ടാവും. അപ്പം ഞാൻ എന്തായാലും ഇതുവഴി ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് അത് പറ്റുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മിസ്സിൻ്റെ പേര് സേതുലക്ഷ്മി മാം. ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത്. കോട്ടയം ഏരിയയാണ്. ശരി, താങ്ക് യു. എൻ്റെ പേര് സേതുലക്ഷ്മി. ഞാൻ ഇപ്പം RCTയെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞു. കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പം ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. എനിക്ക്
ഞാൻ ആരി വർക്കാണ് കുട്ടികൾക്ക് മെയിനായിട്ട് ഇപ്പം ആരി വർക്ക്, എംബ്രോയ്ഡറി അങ്ങനെയുള്ള സ്റ്റിച്ചസാണ് കൂടുതൽ കൊടുക്കുന്നത്. അതെങ്ങനെ ഡ്രസ്സിലോട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വെറും എംബ്രോയ്ഡറി ആയിട്ട് മാത്രമല്ല പറഞ്ഞു കൊടുക്കുന്നത്, കാരണം ഏതൊക്കെ ഡ്രസ്സ് കിട്ടില്ല അതിൽ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർ ഏകദേശം എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നവരാണ്. 24 പേരുണ്ടെങ്കിൽ 24 പേരും നല്ല ഇൻട്രസ്റ്റോടെ തന്നെയാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരാൾ പോലും ഒരു ദിവസം ഇപ്പം അവർക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ ലീവ് എടുക്കേണ്ടി വന്നാലും പിറ്റേ ദിവസം അവരത് വന്ന് കവർ ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ എനിക്കൊരു ക്ലാസ് അപ്പം ആരി വർക്കാണെങ്കിൽ ആദ്യം ഞാൻ ഇവർക്ക് പലർക്കും നീഡിൽ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ നല്ല ഇമ്പ്രൂവ്, അവർക്ക് ചെയ്യണം, ബിസിനസ് ചെയ്യണം, അവർക്ക് എന്തെങ്കിലും മുമ്പിലോട്ട് വരണം എന്നുള്ള ചിന്ത അവർക്ക് നന്നായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ കോഴ്സ് ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഓരോ ദിവസവും ഇവരെ ഇപ്പം ഞാൻ റൂമിൽ പോയി കഴിഞ്ഞാലും ഇവരെനിക്ക് എപ്പോഴും കോൾ ചെയ്തിട്ട് മെസ്സേജ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള റെക്കോർഡ് ഇടാനും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാം നല്ലൊരു സംരംഭകരാകുമെന്നാണ് എൻ്റെ വിശ്വാസം.